അങ്ങനെ നമ്മൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ പടം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു റിലേറ്റഡ് സാധനമൊക്കെ അടിച്ചിട്ടുള്ള ആ ഒരു സംഭവം. ഈ വണ്ടിയും റോൾസ് റോയ്സ് ഫാൻറ്റം 1 ആണ് കേട്ടോ. നിങ്ങൾ ആലോചിക്കണം, ഇത് ഫാൻറ്റം 3, ഇത് ഫാൻറ്റം 1. ഓക്കെ, ഇത് വേറെ സീൻസ് ആണ്. 1926 മോഡലാണ് കേട്ടോ ഈ വണ്ടി. ഫ്രം ഇമ്പോർട്ടഡ് തന്നെയാണ് ഇംഗ്ലണ്ട്. ഓക്കെ, ഇതിൻ്റെ എന്താ പറയുക മോഡൽ നെയിം എന്ന് പറയുന്നത് ബ്രേക്കർ ലിമൂസിൻ എന്നാണ് കേട്ടോ ഇതിൻ്റെ ഒരു മോഡൽ നെയിം. നിങ്ങൾ ഇതിൻ്റെ വീലും കാര്യങ്ങളൊക്കെ നോക്കി ഏതാ മൂടല്ലേ, ചേസൊക്കെ നോക്കി അടിയിൽ. ഭയങ്കര ലെങ്തി ആണ് കേട്ടോ ഈ കാറുകളൊക്കെ, ഭയങ്കര ലെങ്തി ആണ് കേട്ടോ. അതിൽ ട്രെയിനിൻ്റെ ഫ്രണ്ട് പോലെ അല്ലേ കാണുമ്പോൾ, അങ്ങനത്തെ ഒരു ക്യാബിനാണ് കേട്ടോ ഇതിൻ്റെ. ഇത് റോൾസ് റോയ്സ് ഫാൻറ്റം 1. ഓക്കെ, ഇതിൻ്റെ അപ്പുറത്ത് കിടക്കുന്നതും റോൾസ് റോയ്സിൻ്റെ തന്നെ ഫാൻറ്റം 1 തന്നെയാണ് കേട്ടോ കിടക്കണേ. നോക്കി ഒരു കളർ ചേഞ്ച്, ഫാൻറ്റം 1 തന്നെയാണ് കേട്ടോ. ഇതൊന്നും കൂടെ ഇത് വെച്ച് നോക്കുമ്പോൾ ഒന്നും കൂടെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്പെക്കാണ് കേട്ടോ ഈ വണ്ടി. നോക്കി നിങ്ങൾ അതിൻ്റെ വീൽസൊക്കെ ഏതാ മൂടല്ലേ, ഒരു പെട്ടി കഷ്ണം പോലെ ഉണ്ടല്ലേ ക്യാബിനെ കാണുമ്പോൾ. ഇതിൻ്റെ എന്ത് സേഫ്റ്റി ആണല്ലോ അന്നത്തെ കാലത്തുള്ള. നോക്കി ഇവിടെ നോക്കിയിട്ട് അങ്ങ് അറ്റം വരെ അത്യാവശ്യം സ്പേസ് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. റോൾസ് റോയ്സ് ഏതാ ലോഗോ അല്ലേ, അന്ധകാലം വൈബ്സ്. അപ്പം ഇതിൻ്റെ അപ്പുറത്ത് കിടക്കുന്നതും റോൾസ് റോയ്സിൻ്റെ തന്നെ സിൽവർ ഗോസ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു ഭീകര സാധനമാണ് കേട്ടോ. നോക്കി നിങ്ങൾ വണ്ടിയുടെ ലെങ്ത്തും ആ ഒരു വലിപ്പും ക്യാബിൻ്റെ ഫ്രണ്ടിലേക്കുള്ള ഒരു എൻജിൻ റൂമിൻ്റെ വലിപ്പമൊക്കെ നോക്കിയേ, വീൽസിൻ്റെ ഒരു ഡിസൈൻസ് നോക്കിയേ അല്ലേ. ഒരു എയറോഡൈനാമിക് ആയിട്ടുള്ള ഡിസൈനേ അല്ല ആ കാലത്തില്ലേ. നോക്കിയേ എന്ത് രസം, എയറോഡൈനാമിക് ഒട്ടുമല്ല എന്ന് പറയാൻ പറ്റില്ല. ഈ വീലാർച്ചൊക്കെ നോക്കി ചെറിയൊരു എയറോഡൈനാമിക് ആണ്. ഞാൻ പറഞ്ഞത് ആക്കി തോന്നുന്നു ആ ഒരു പോർഷൻ കൺവേർട്ടബിൾ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അത് ഇത്രയും സ്റ്റഡി ആയിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ 90 ഡിഗ്രി ആയിട്ട് ഇങ്ങനെ നിൽക്കണേ. ഓക്കെ, അല്ലാത്ത വർഷം അത്യാവശ്യം എയറോഡൈനാമിക്കൊക്കെയാണ് കേട്ടോ റോൾസ് റോയ്സ്, നമ്മളങ്ങനെ പറയാൻ പാടില്ല. നോക്കിയേ നിങ്ങൾ ഏതാ മൂടില്ലേ, ഹെഡ് ലൈറ്റിൻ്റെ ഒരു വലിപ്പം നോക്കിയേ, ഏത് സാധനമോ സിൽവർ ഗോസ്റ്റ്. ഇത് 1923 മോഡലാട്ടോ, ഫ്രം ഇംഗ്ലണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ഇവിടെ കിടക്കാം. നോക്കിയേ അടുത്ത സാധനം നോക്കിയേ നിങ്ങൾ, പൊന്നേ. നമ്മളിപ്പോൾ ഈ കണ്ട സിൽവർ ഗോസ്റ്റ് ഇല്ലേ, ഇതിൻ്റെ തന്നെ വേറൊരു മോഡലാണ് കേട്ടോ. ഇതും സിൽവർ ഗോസ്റ്റ് തന്നെയാണ്. ഓക്കെ, ഇതിങ്ങനെ ഈ വണ്ടി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും ഗൈസ്. ഇതിൻ്റെ സ്റ്റീറിംഗ് ഒക്കെ നോക്കി എവിടെ ഇരിക്കുന്നത് നോക്കി, നമ്മൾ സോഫയിലൊക്കെ ഇരുന്നിട്ട് സുഖമായിട്ട് ചില്ല് ചെയ്ത് വണ്ടി ഓടിക്കുന്ന സെറ്റപ്പ്. വണ്ടിയുടെ ഗിയർ സിസ്റ്റം ഒക്കെ നോക്കിയേ, ഏതാ മൂടില്ലേ ആ കാലത്തെ ഗിയർ സിസ്റ്റം അല്ലേ, സൂപ്പറായിട്ട് കേട്ടോ അത്. എൻജിനീയറിങ് വൈബ്സ്, ഏത് രസം. നിങ്ങൾ ഫ്രണ്ട് നോക്കാം ഇതിൻ്റെ റോൾസ് റോയ്സ് സിൽവർ ഗോസ്റ്റ് 1923 മോഡൽ വിക്ടോറിയ സ്റ്റേറ്റ് ലാൻഡോ. ഏത് രസമല്ലേ, അടിപൊളിയുണ്ട്. കുരിശകൾ സെൻട്രലല്ലേ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കാണുന്നത് റോൾസ് റോയ്സ് ഫാൻറ്റം 3 ആണ് കേട്ടോ. നോക്കിയേ നല്ലൊരു നീറ്റ് സ്പെക്ക് വണ്ടി, അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ല വൃത്തിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് റീസ്റ്റോർ ചെയ്തിട്ടാണ് വണ്ടിയാണ് കേട്ടോ. അടിപൊളിയായിട്ടില്ലേ കാണാൻ. ഏതാ മൂടില്ലേ, മുകളിലത്തെ ഒരു സാധനമൊക്കെ നോക്കിയേ, സൺഷെയ്ഡൊക്കെ രസമായിട്ടില്ലേ. നീറ്റ് ആൻഡ് ക്ലീൻ സ്പെക്കാട്ടോ ഈ വണ്ടി. ഈ വണ്ടി 1937 മോഡലാണ്. എന്താ പറയുക, വിൻഡോവേഴ്സ് അങ്ങനെ എന്തോണ് ഈ വണ്ടിയുടെ ഈ വിളിപ്പേര്, ദാറ്റ് മീൻസ് മോഡൽ നെയിം. ഓക്കെ, അടുത്തത് കാണുന്നതും റോൾസ് റോയ്സ് തന്നെയാണ് കേട്ടോ. റോൾസ് റോയ്സിൻ്റെ ഫാൻറ്റം 1 ബോട്ടയിലാണ് കാണുന്നത്. ഈ സാധനത്തിൻ്റെ ഇപ്പോൾ ഇത് നമ്മുടെ ഇപ്പോഴത്തെ ബോട്ടയിലിൻ്റെ പിൻതലമുറക്കാരെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇപ്പോൾ നമുക്കൊരു ബോട്ടയിലുണ്ടല്ലോ റോൾസ് റോയ്സിൻ്റെ, ഇത് പഴയ റോൾസ് റോയ്സ്, ഓൾഡ് റോൾസ് റോയ്സ് ബോട്ടയിൽ. നിങ്ങളൊന്ന് നോക്കിയാൽ അതിൻ്റെ ടെയിൽ ഭാഗം. അപ്പോൾ ഈ വണ്ടിയുടെ ഇപ്പോഴത്തെ വണ്ടിയുടെ ഒരു പിൻതലമുറക്കാരനാണ് കേട്ടോ ഈ ബോട്ടയിൽ. ഓക്കെ, ഏത് രസമല്ലേ വണ്ടി. 1927 മോഡലാണ് കേട്ടോ ഈ വണ്ടി, ബോട്ടയിൽ ബ്രേക്കർ. ഏത് രസമല്ലേ, നിങ്ങൾ നോക്കി. ഇവിടെയാണ് നമ്മൾ ഇരിക്കണേ, അവിടുന്ന് അങ്ങോട്ട് എന്തോരം ബാക്കിക്കുണ്ടെന്ന് നോക്കി വീലൊക്കെ, അതേപോലെ തന്നെ ഫ്രണ്ടിക്കും. ഏത് രസമല്ലേ. അപ്പോൾ മൊത്തത്തിൽ നോക്കിയേ ബോട്ടയിൽ. നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം ഗൈസ്. ഇവിടെ ഒരുപാട് വണ്ടിയുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് മൊത്തം നടന്ന് കാണണം. വണ്ടി പ്രാന്തന് ഇത് മൊത്തം തീർക്കാതെ എനിക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റില്ല ഗൈസ്.
മനസ്സിലൊരു സമാധാനം ഉണ്ടാവില്ല. നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. ഓക്കെ, ഇനി നിങ്ങൾ ഇവിടെ ഒരു ലോകം തന്നെയാണ് ഗൈസ്. എൻ്റെ പൊന്നെ ഫ്രണ്ടിൽ തന്നെ കിടക്കുന്ന സാധനം നോക്കി, ഷെവർലെ റോഡ്സ്റ്റർ എന്ന് പറയുന്ന ഒരു മോഡലാട്ടോ. 1933 മോഡലാണ് ഈ വണ്ടി. ഏതാ മൂഡ് നോക്കി ഇതിൻ്റെ അല്ലേ? ഇതും USA ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ് കേട്ടോ, റോഡ്സ്റ്റർ, ഷെവി റോഡ്സ്റ്റർ. ഓക്കെ, ഇനി നമ്മളടുത്ത് കാണുന്നതും ഒരു ഷെവി തന്നെയാണ് ഗൈസ്. ഷെവർലൈറ്റ്. കുറേ പേരിൽ ഇത് പലരും പല രീതിക്കാണ് ഇത് പ്രൊനൗൺസ് ചെയ്യണേ. ഞാൻ എന്തായാലും ഷെവർലെ അല്ലെങ്കിൽ ഷെവി എന്നൊക്കെ ഞാൻ പറയാം. ഓക്കെ, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണം എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ. ഈ കാണുന്നതും ഷെവർലയുടെ ഒരു കിട്ടുന്ന സാധനമാണ്. 1929 മോഡലാണ് ഈ വണ്ടി. സലൂൺ എന്ന് തന്നെയാണ് ഈ വണ്ടിയുടെയും പേര്. ഇതിൻ്റെ ആ ഒരു ക്യാബിൻ വൈബ് ഒക്കെ നോക്കി, ഒരു പ്രത്യേക നമുക്കൊരു നമ്മുടെ മിസ്റ്റർ ബീൻ്റെ കാർ പോലത്തെ ഒരു സാധനം കേട്ടോ. ആ ഒരു വൈബ് അത്രയും ചെറുതാന്നല്ല പറയണേ, ആ ഒരു ഡിസൈൻ വൈബാണ് ഞാൻ ഉദ്ദേശിക്കണത്. ഓക്കെ, അടുത്ത വണ്ടിയും ഷെവിയുടെ തന്നെ ടൂറർ എന്ന് പറയുന്ന ഒരു മോഡലാണ്. അത് മറ്റേ കൺവേർട്ടബിൾ ടൈപ്പ്. അതും 1933 മോഡലാണ് കേട്ടോ ഈ വണ്ടി. ഓക്കെ, അപ്പം അടുത്ത വണ്ടിയും എന്താ വോൾസെലി. ഞാൻ ഈ ബ്രാൻഡ് എനിക്ക് കറക്റ്റാണ് അറിയില്ല, ഞാൻ പ്രൊനൗൺസ് ചെയ്യണമെന്ന് കറക്റ്റാണെന്ന് എനിക്കറിയില്ല. വോൾസെലി എന്ന് പറയുന്നൊരു മോഡലാണിത്. Mark 2 ആണ് ഈ മോഡലിൻ്റെ പേര്. 1964 മോഡലാണ് ഈ വണ്ടി. ഓക്കെ, ഫ്രം ഇംഗ്ലണ്ട്. ഓക്കെ, ഇത് നോർമലി നമ്മുടെ ഒരു പറ്റ്മിനി ആ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ആ ഒരു ലുക്കിൽ വേണ്ട ഒരു കാറാണ് കേട്ടോ. അടുത്ത് കിടക്കുന്ന സാധനം നോക്കിയാൽ മേഴ്സി. ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര നേരമായിട്ടും മേഴ്സിഡീസ് ഒന്നും കാണാൻ കിട്ടിയിട്ടില്ലല്ലോ എന്ന് ചിന്തിച്ചുള്ളൂ. ഇതേ കിടക്കുന്നു ഗൈസ്, മേഴ്സി കുട്ടി. ഇത് ഏത് കാലത്തെ മേഴ്സിയാന്ന് നോക്കിയാൽ 1955 മേഴ്സിയാണ് ഗൈസ്. മെഴ്സിഡീസ് ബെൻസ് 300 ആണ് ഗൈസ്. ഓക്കെ, ഏതാ മോഡൽ നോക്കിയാൽ 1955 അന്നത്തെ മെർക്ക്. ഏത് രസമല്ലേ ലോഗൊക്കെ നോക്കിയാൽ അന്നൊക്കെ ഈ ലോഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ. ഭയങ്കര സംഭവമായിരുന്നു ഈ ലോഗോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമുക്ക് അടുത്തേക്ക് പോവാം. അടുത്തത് ഒരു മെഴ്സിഡീസ് തന്നെയാണ് ഗൈസ്. മെഴ്സിഡീസ് ബെൻസ് 230 എന്ന് അറിയപ്പെടുന്ന ഒരു മോഡലാണിത്. 1937 മോഡലാണ് ഈ വണ്ടി. ഫ്രം ജർമ്മനിയാണ് ഈ വണ്ടി. ഓക്കെ, ഈ വണ്ടിയുടെ ഒരു വൈബൊക്കെ നോക്കിയേ, ഏതാ രസമല്ലേ, കളറും കൊള്ളാം. മൊത്തം കൺവേർട്ടബിളാണ്. ഒട്ടുമിക്ക കാറുകളും ആ കാലത്ത് കൺവേർട്ടബിളാണ്. ഓക്കെ, AC കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഓപ്പണാക്കി ഇടുക, ഓടിക്കുക, ആ ഒരു മൂഡ്. ഇതിന് കൺവേർട്ട് ചെയ്യുന്ന സാധനമൊക്കെ നോക്കിയത് ആ പോർഷൻ കണ്ടോ, അത് പിടിച്ചിട്ട് തിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഇങ്ങനെ കൺവേർട്ട് ആയിട്ട് അവിടെ മടങ്ങി വരും കേട്ടോ. ആ ഒരു സ്കീമിലാണ് ആ സംഭവം ഇരിക്കണത്. വീലിൻ്റെ ഒക്കെ ഒരു ചെറിയ അവസ്ഥ ഇച്ചിരി മടങ്ങിയിരിക്കുന്നുണ്ട്. ഇത് അത്ര മെയിൻറ്റൈൻഡ് ആയിട്ടുള്ളൊരു വണ്ടിയല്ല. ഓക്കെ, അടുത്ത് നമ്മൾ കാണാൻ പോണത് ഇപ്പം നമ്മുടെ ഇന്ത്യയിലും അല്ലാന്നുണ്ട് വെച്ചെങ്കിൽ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലെല്ലാം കുറച്ചായിട്ട് കണ്ടു തുടങ്ങിയിട്ടൊരു ബ്രാൻഡുണ്ട്, സിട്രോൺ. നമ്മളെല്ലാം വിചാരിച്ചത് ഇതെന്ത് കമ്പനിയാണ്, ഇന്നലെ വന്ന കമ്പനിയാണ്, മറ്റേ തെങ്ങിൻ്റെ വട്ടല്ലേ ഓല, അതുപോലത്തെ ഇന്നലെ വന്ന കമ്പനിയാണോ മിനിഞ്ഞാന്ന് വന്ന കമ്പനിയാണോ വെച്ചിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സിട്രോൺ അങ്ങനെയുള്ളൊരു കമ്പനിയല്ല. സിട്രോൺ അന്നത്തെ കാലത്ത് 1946 അവരൊരു മോഡലാണ് ഈ കിടക്കുന്നത്. സിട്രോൺ ട്രാക്ഷൻ ഏവൻ എന്ന് പറയുന്ന ഒരു മോഡലാണ് ഈ കാണുന്നത്. ഇപ്പോൾ സിട്രോൺ അന്നത്തെ കാലത്തുള്ളൊരു കമ്പനിയാണ് കേട്ടോ. ഒരിക്കലും സിട്രോണിനെ ആരും തള്ളേണ്ട ആവശ്യമില്ല. കാരണം പുതിയൊരു ഇന്നലെ വന്നിട്ടുള്ളൊരു കമ്പനിയല്ല. അന്നത്തെ കാലം തൊട്ടിട്ട് സിട്രോൺ ഇവിടെ ലൈനിലുള്ളൊരു കമ്പനിയാണ് കേട്ടോ. നോക്കി നിങ്ങൾ 1946 വന്നിട്ടുള്ളൊരു മോഡലാണിത്. ഇത് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഫ്രാൻസിൽ നിന്ന് വന്നിട്ടുള്ള വണ്ടിയാണ് ഗൈസ്. ഓക്കെ, സിട്രോൺ ട്രാക്ഷൻ എവൻ അങ്ങനെയാണ് ഈ വണ്ടിയുടെ പേര്. ഏതാ മൂഡ് നോക്കിയേ, വീലിൻ്റെ കളർ നോക്കിയേ, റെഡ്. നോർമൽ ഡ്രം വീലാണ് കേട്ടോ. എല്ലാ വണ്ടിയും ഡിസൈൻസ് ഇതിങ്ങനെയാണ്. അന്നൊരു യൂണീക്ക് സാധനം ആവുന്നുണ്ട് നോക്കിയേ. ഓയ്യാ, ഒരു യൂണീക്ക് സാധനം ആവുന്നുണ്ട് അന്നത്തെ കാലത്ത് ഈ മൂഡ്. ഏത് രസമല്ലേ. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് വോൾസെലി എന്ന് പറയുന്ന ഒരു Mark 2 എന്ന് പറയുന്ന മോഡലാണ്. ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ, നമ്മുടെ പറ്റ്മീനിയൊക്കെ പറയുന്ന പോലത്തെ ആ ഒരു കാറ്റഗറി വണ്ടിയാണ്. 1964 മോഡലാണ് കേട്ടോ ഈ വണ്ടി. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പോവാം. അസ്റ്റിൻ മാർട്ടിൻ ആണോ എന്ന് എനിക്കറിയില്ല. അസ്റ്റിൻ മാത്രമാണെന്ന് എനിക്ക് കാണുന്നുള്ളൂ. അസ്റ്റിൻ മാർട്ടിൻ ആണോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, അസ്റ്റിൻ മാർട്ടിൻ ആണോ എന്ന് എനിക്കറിയില്ല. ഐ തിങ്ക് സോ. ഈ ലോഗോ കണ്ടിട്ട് എനിക്ക് അസ്റ്റിൻ മാർട്ടിൻ്റെ ലോഗോ പോലെ ഉണ്ട്. പക്ഷെ അത് ഇനിയിപ്പോൾ ഒരു ഇടയിൽ ലോഗോ മാറിയതാണോ എനിക്ക് കറക്റ്റ് അറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ ഫോൾസ് ഇൻഫർമേഷൻ തരുന്നില്ല ഗൈസ്. ഇതിൽ ഓസ്റ്റിൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സോമർസെറ്റ് എന്നാണ് ഈ വണ്ടിയുടെ വിളിപ്പേര് അല്ലെങ്കിൽ വണ്ടിയുടെ മോഡൽ നെയിം. ഓക്കെ, ഇത് 1952 ഒരു വണ്ടിയാണ് ഗൈസ്. ഇത് അത്യാവശ്യം ഒരു ഷോർട്ട് ചേസ് വണ്ടിയാണ്. കുഴപ്പമില്ലാത്തൊരു വണ്ടി. അത്യാവശ്യം നമ്മുടെ ഒരു അമ്പിയുടെ പോലത്തെ ഒരു ഇൻറ്റീരിയർ സ്പേസും ചെറിയൊരു കാറ്. ഓക്കെ, ദാറ്റ്സ് ആ ഒരു വൈബാണ് ഈ കാറ്. അടുത്തത് നമ്മൾ കാണാൻ പോണത് വേറെ തന്നെ ഒരു സാധനമാണ് ഗൈസ്.
ട്രയംഫിൻ്റെ തന്നെ മേയ് ഫ്ലവർ എന്ന് പറയുന്ന ഒരു മോഡലാണ് ഈ കാണുന്നത്. നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. ഇത് 1951 മോഡലാണ് കേട്ടോ. ഏതാ മൂടില്ലേ? ട്രയംഫ്. ട്രയംഫിനൊന്ന് കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അറിവിൽ ഇപ്പോൾ ട്രയംഫിന് ബൈക്സ് അല്ലേ ഉള്ളൂ. ഐ ഡോണ്ട് നോ ആക്ച്വലി. എനിക്ക് കറക്റ്റ് അറിയില്ല. ഇനിയിപ്പോൾ ഉണ്ടോയെന്ന് നമുക്കറിയില്ല. എൻ്റെ ഒരു ചെറിയ അറിവിൽ ട്രയംഫിന് ബൈക്സ് മാത്രമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കറക്റ്റ് അറിയില്ല. എന്തായാലും ട്രയംഫിന് കാശുണ്ട് ഗൈസ്, അന്ധകാലത്തുണ്ട്. ഓക്കെ, ഇനി നമുക്കൊരു കിടലൻ ബസ്സിലോട്ട് കിടന്നാലോ. ഒരു വാൻ ലൈഫ് മൂഡ്. ഏതാ സാധനം? ഇത് ഫോർഡിൻ്റെ ഒരു വണ്ടി കേട്ടോ. എന്നിട്ട് ബെഡ്ഫോർഡ് എന്ന് പറയുന്ന ഒരു 1963 ആംബുലൻസ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു വണ്ടിയാണ് ഗൈസ് ഇത്. ഓക്കെ, ഏതാ മൂഡ് നോക്കി നിങ്ങൾ ഇതിൻ്റെ. ഏതാ മൂടില്ലേ? ഏതാ രസം. അതിൻ്റെ ഒരു ഫ്രണ്ടൊക്കെ കാണുമ്പോൾ നോക്കി ഞങ്ങൾ ചിരി വരണല്ലേ വണ്ടി കാണുമ്പോൾ. അങ്ങനത്തെ ഒരു കോമഡി ലുക്കാണ് വണ്ടി. സംഭവം പഴയ കാലത്തെ ആംബുലൻസ് ആയിരുന്നു. അത്യാവശ്യം സ്പെക്കുകളും കാര്യങ്ങളും ഉണ്ട് ഉള്ളിൽ. നമുക്ക് കയറി കാണാൻ പറ്റും. ആംബുലൻസ് വൈബ്സ്. ഏതാ മൂടില്ലേ? കാണുമ്പോൾ തന്നെ ഒരു കൗതുകമുണ്ട്. എന്നാൽ ഒരു ചിരി നിറങ്ങണ ഒരു ഫീലാട്ടോ ഈ വണ്ടി കാണുമ്പോൾ. നമുക്ക് ഇനി അടുത്ത വണ്ടിയിലോട്ട് പോവാം ഗൈസ്. നോക്കിയേ, സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു മോഡലാണ് ഗൈസ് ഇത്. ഇതും ട്രയംഫിൻ്റെ തന്നെയാണ് കേട്ടോ. നോക്കിയേ, ട്രയംഫിൻ്റെ തന്നെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു മോഡലാണ് ഗൈസ്. ഇത് മെയിൻറ്റൈൻഡ് അല്ല വണ്ടി. കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. വീലൊക്കെ നിൽക്കണ നോക്കി. എനിക്ക് തോന്നുന്നു ഇത് ബോണറ്റ് ഓപ്പണാക്കാനുള്ള സാധനം കേട്ടോ. ബോണറ്റിൻ്റെ ഓപ്പൺ ചെയ്യാനുള്ള നോബാണ് ഇത് കാണുന്നത്. അതൊക്കെ എവിടെ കൊടുത്തുള്ളൂ നോക്കിട്ടോ. അന്ധകാലം വൈബ്സ്. ഏതാ മൂടില്ല. ചെറിയൊരു കാർ കേട്ടോ. നമ്മുടെ പത്മിനി അല്ലെങ്കിൽ ആ ഒരു ഫിയറ്റിൻ്റെ ചെറിയൊരു കാർ, ആ ഒരു കാറ്റഗറി കാറാട്ടോ അത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഷെവർലെറ്റിൻ്റെ തന്നെ സിൽവർ ഈഗിൾ. ഈ കിടക്കുന്ന സാധനം സിൽവർ ഈഗിൾ. ഏതാ മൂന്ന് നോക്കി 1933 മോഡലാട്ടോ. USA സിൽവർ ഈഗിൾ റോഡ് സ്റ്റാർ. ഏത് രസം നോക്കി. വേറെ തന്നെ ഒരു ഫീലല്ല കാറ്. ഇനി നമുക്ക് അടുത്ത കാറിലോട്ട് പോകാം. ഞാനിങ്ങനെ ഓടിച്ചു പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് പോയി തുടങ്ങി. ഏകദേശം ഒരു 5:30 6 അടുപ്പിച്ചായി. നമുക്ക് ഇനി ഒരുപാട് കാറുകൾ കാണാനൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ ഇപ്പം ടെൻഷനില്ല. ഇത് നമുക്കൊരു 9 മണി 10 മണി വരെ ഇവിടെ ഓപ്പണാണ് കഴിച്ചു. അതുകൊണ്ട് ടെൻഷനില്ല. എന്നാലും ഒന്ന് ഓടിച്ച് കാണണമെന്നേ ഉള്ളൂ. എല്ലാം കാണാനുള്ളൊരു ആഗ്രഹം കൊണ്ടേ. ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് സൺബീം എന്ന് പറയുന്ന സൺബീം ടാബ്ലോട്ട് 90 എന്ന് പറയുന്ന ഒരു മോഡലാണിത്. 1950 ഇംഗ്ലണ്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ളൊരു വണ്ടിയാണ് കഴിച്ചത്. ഇതിൻ്റെ ഷേപ്പൊക്കെ നോക്കി നടു വരെ അടിച്ചൊതുക്കിയ പോലെ ഉണ്ട്. താഴത്തുനിന്ന് മുകളിലേക്ക് കയറ്റി. ഇതൊരു വേറൊരു കോമഡി കഥാപാത്രം പോലത്തെ ഒരു കാറായിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തൊരു കാറിലോട്ട് പോകാം. ഈ ഒരു ഷേപ്പ് നമ്മൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഇന്ത്യൻ കാഴ്ചയിലും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല കാറുകളിലും ഈ ഒരു ഷേപ്പ് കണ്ടിട്ടുണ്ടായിരിക്കും. ഈ കാർ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും കണ്ടാവും. ഈ കാറിൻ്റെ പേരാണ് ഫിയറ്റ്. സാധനം എങ്ങനെ ഉണ്ട്? ഫിയറ്റ് 1500. സാധനം എങ്ങനെ ഉണ്ട്? ഫ്രം ഇറ്റലി. എങ്ങനെയുണ്ട്? 1964 മോഡലാണ് കേട്ടത്. ഇതിൻ്റെ ഒരു ഫ്രണ്ടേജിനേക്കാളും നമുക്ക് പരിചിതമായിട്ടുള്ളൊരു ലുക്ക് എന്ന് പറയുന്നത് ഈ ഒരു സൈഡ് ലുക്കായിരിക്കും. നോക്കി നിങ്ങൾ. ഏതാ മൂടില്ലേ? മിററെ കൂടെ തേക്കണം നോക്കി ഫ്രണ്ടിൽ. ഏത് രസം. അപ്പോൾ ഇത് ഫിയറ്റ് 1500 ആണ് ഗൈസ്. ഓക്കെ, അത് ഞാൻ പറഞ്ഞത്. ഈ കാറിൻ്റെ ഷേപ്പും കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ നാട്ടിലെ പലയിടങ്ങളിലും. അപ്പം അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഈ കാറിൻ്റെ കമ്പനിയാണ്. എനിക്ക് അറിയാൻ പാടില്ല. റിലേ എന്ന് പറയുന്ന ഒരു കമ്പനിയാണിത്. 1950 ഇംഗ്ലണ്ടിൽ നിന്ന് വന്നിട്ടുള്ളൊരു മോഡലാണിത്. ഓക്കെ, എനിക്കറിയാം. അതിനെക്കുറിച്ച് അധികം എനിക്ക് അതൊന്നും പാടില്ല. പിന്നെ ഫോൾസ് ഇൻഫർമേഷൻ തരണ്ടല്ലോ. ഈ ഡോറൊക്കെ നോക്കി നിങ്ങൾ. റോൾസ് റോയ്സിൻ്റെ പോലെ തന്നെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങോട്ടാണ് തുറക്കണേ. ഒരു ആമക്കാർ ഷേപ്പ്. നമ്മുടെ മറ്റേ ബീറ്റിലൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു ഷേപ്പ്. ഫ്രണ്ടിലൊക്കെ നോക്കി ഗ്ലാസ്സിൽ അടുക്കിലൊരു വരയൊക്കെ അങ്ങനത്തെ ഒരു സാധനം. അപ്പം ഇനി നമ്മൾ അടുത്തത് കാണാൻ പോണത് സാധനം വേറെ മൂടാ. ഹംബർ. എങ്ങനെയുണ്ട് ഹംബർ? കാണുമ്പോൾ റോൾസ് റോയ്സ് ആണെന്ന് തോന്നുന്നു, പക്ഷെ റോൾസ് റോയ്സ് അല്ല. കണ്ട, ഹംബർ എന്ന് പറയുന്ന ഒരു മോഡലാണ് ഗൈസ് ഇത്. ഹംബർ സൂപ്പർ സ്നൈപ്പ് സലൂൺ 1946 മോഡലാണ് ഈ കാറ്. 1946 ഹംബർ. സാധനം എങ്ങനെ ഉണ്ട്? കൊള്ളാമല്ലേ വണ്ടി? കാണുമ്പോൾ തന്നെ ഒരു ടഫ് ലുക്കും ആ ഒരു വൈബൊക്കെ ഉണ്ട്. എൻജിനൊക്കെ ഇങ്ങനെ ഷാർപ്പ് ചെയ്ത് കൊണ്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. വണ്ടി വേറെ മൂടായിട്ടുണ്ട് അല്ലേ?
അടുത്തത് നമ്മൾ കാണാൻ പോണത് റോവർ 16 എന്ന് പറയുന്ന ഒരു മോഡലാണ് ഗൈസ്. 1947 ഫ്രം ഇംഗ്ലണ്ട്. ഏതാ മോഡലിലെ സ്പോർട്സ് സലൂൺ അതാണ് ഈ കാറ്റഗറിയുടെ പേര്, അല്ലെങ്കിൽ ഈ മോഡലിൻ്റെ പേര്. ഇവിടെ കാലൊക്കെ നമുക്ക് എനിച്ച് നിന്നിട്ട് ബോണറ്റും പിരിക്കാനും, അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ട് ബോണറ്റും ഭയങ്കര സ്പേഷ്യസ് ആട്ടോ. പുറത്തായാലും ഇൻറ്റീരിയർ ആയാലും ഒക്കെ നല്ല സ്പേസ് ആണ് ഗൈസ്. ബോണറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഹുഡൊക്കെ ചെയ്തൊക്കെ നോക്കി, ലോക്ക്, അതേപോലെ ഇൻഡിക്കേറ്റേഴ്സും അതേപോലെ സംഭവങ്ങളൊക്കെ നോക്കി. ഏതാ മൂടില്ലേ പഴയ കാലത്തെ ഫോണൊക്കെ നോക്കി. അപ്പോൾ അതൊക്കെയാണ് റോവർ 16ൻ്റെ വിശേഷങ്ങൾ. നമുക്ക് അടുത്ത വണ്ടിയിലോട്ട് പോകാം. ഫോർഡ് എ എന്ന് പറയുന്നൊരു മോഡലാണ് ഗൈസ്. ഇത് 1927 മോഡലാണ് ഈ വണ്ടി, ഫ്രം USA. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ നമുക്ക് അടുത്ത വണ്ടിയിലോട്ട് കിടക്കാം. ഈ വണ്ടി ഭയങ്കര രസമാണുള്ളത് കാണാൻ അല്ലേ. ഫോർഡ് എ എന്ന് പറയുന്ന മോഡൽ തന്നെയാണ് ഇതും. അത് കൺവേർട്ടബിൾ, ഇത് അല്ലാതെ കൺവേർട്ട് അല്ലാതെ 2 ഡോർ എന്ന് പറയുന്ന ഒരു മോഡലാണ് ഗൈസ് ഇത്. ഓക്കെ, ഇതും 1926 മോഡലാണ് കേട്ടോ. ഇതും ഫ്രം USA ഇമ്പോർട്ടഡ് വണ്ടിയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സെക്ഷനിലത്തെ വണ്ടികൾ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. പിന്നെ കിടക്കല്ലേ ഒരുപാട്. ഇവിടെ നമ്മൾ രാവിലെ വന്ന് വൈകുന്നേരം വരെ സ്പെൻഡ് ചെയ്യാനുള്ള സാധനങ്ങൾ നമുക്കിവിടെ കിട്ടും. അങ്ങനെ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ കിടക്കണത് ലിങ്കോളിൻ, അതേപോലെ തന്നെ കോണ്ടിനെൻ്റൽ V12 എന്ന് പറയുന്നൊരു മോഡലാണ് കേട്ടോ. നോക്കി നിങ്ങൾ, ഏതാതിൻ്റെ ലെങ്ത്ത് അല്ലേ, ഡിസൈൻ വൈബൊക്കെ നോക്കി. ഇവിടുന്നൊക്കെ തന്നെ ബൾജ് ചെയ്ത് തന്നെ കൊണ്ടുവന്ന്, അതേപോലെ തന്നെ ഇവിടുന്ന് ബൾജ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോയി. ഡിസൈൻ വൈബൊക്കെ നോക്കിയിട്ട് അതേപോലെ സ്റ്റെപ്പിന് വെച്ചിരിക്കുന്ന ഒരു ഭാഗം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നോക്കിയേ സ്റ്റെപ്പിന് എവിടെ ഇരിക്കണം എന്നുള്ളത്, ഡിക്കിയും സെറ്റപ്പും കാര്യങ്ങളും മൊത്തത്തിലൊരു ഒരു ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു ക്യാരക്ടറുള്ള വണ്ടി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഫീലാട്ടോ ഈ വണ്ടിക്ക്. ഫ്രണ്ടൊക്കെ നോക്കിയേ ഏതാ മൂഡ്. പിന്നെ V12 എഞ്ചിൻ അതിൻ്റെ ഉള്ളിൽ ഘടിപ്പിക്കണമല്ലോ, അപ്പോൾ അതിനുള്ള ഒരു സ്പേസ് എന്തായാലും വേണം നമുക്ക്. അന്ധകാലത്ത് അല്ല, ഇന്ന കാലത്ത് വേണം അങ്ങനെയല്ല, എന്നാലും അന്ധകാലത്ത് കുറച്ച് ഇതാണല്ലോ, ടാസ്കുകളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ. പക്ഷേ എൻ്റെ പൊന്നെ ഇതിൻ്റെ ഫ്രണ്ട് നോക്കി നിങ്ങൾ, ഫ്രണ്ട് വേറെ മൂടാട്ടോ, വേറെ തന്നെ സീനായിട്ടില്ലേ. അടുത്തത് അതിൻ്റെ അപ്പുറത്ത് ഇറങ്ങുന്നത് ബെന്റ്ലിയാണ് കേട്ടോ. ബെന്റ്ലി 3 ലിറ്റർ എയർഫോയിൽ കപ്പിൾ, അതാണ് ഈ വണ്ടിയുടെ പേര് ഗൈസ്. ഏതാ മൂട്. അതിൻ്റെ വീലിൻ്റെ ഒക്കെ ഒരു ഷൈനിങ് നോക്കി ഈ കാലത്ത് കേട്ടോ. ഏതാ രസമല്ലേ. ഹെഡ്ലൈറ്റിൻ്റെ ഒക്കെ ഒരു വലിപ്പം നോക്കണം ഗൈസ്. ഇത് 1934 മോഡലാണ് കേട്ടോ. ഏതാ മൂടല്ലേ, ഏത് രസം കാണാല്ലേ. ഹെഡ്ലൈറ്റിൻ്റെ ഒക്കെ ഒരു വലിപ്പം നോക്കി നിങ്ങൾ. ആജാനബാഗു ലൈറ്റുകൾ ഗൈസ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഉള്ളിലോട്ടൊന്ന് കയറി നോക്കാം കേട്ടോ. കിടക്കണം നോക്കിയേ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ കണ്ട ബെന്റ്ലിയാണ് കേട്ടോ. അത് ബെന്റ്ലി. ഞാൻ ബാക്കിലോട്ട് അങ്ങോട്ട് ഏതാ അർബൺ V12 എന്ന് പറയുന്ന മോഡലാണിത്. അതിനപ്പുറത്ത് ഇറങ്ങണത് ഫോർഡിൻ്റെ തന്നെ ഫോർഡ് എ, അതാണ് ആ മോഡൽ കേട്ടോ. ഇത് ബെന്റ്ലി Mark 5 അല്ല Mark 6. ഓക്കെ, Mark 6 ഏതാ മോഡൽ. 1952 മോഡലാണ് കേട്ടോ ഈ വണ്ടി. സെഡാൻ എന്നാണ് ഇതിനെ അങ്ങനെ വിളിക്കുന്നത്. Mark 6 സെഡാൻ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്തത് ബെന്റ്ലിയുടെ തന്നെ ഒരു 3.5 ലിറ്റർ 1934 മോഡലാട്ടോ. അത് വേറെ തന്നെ ഒരു സാധനം. പാർക്ക്വാർഡ് സ്പോർട്സ് സലൂൺ എന്നാണ് ഈ ഒരു ഷേപ്പിനെ തന്നെ കമ്പനി വിളിക്കണം കേട്ടോ. നോക്കി നിങ്ങൾ അതിൻ്റെ ഒരു ഷേപ്പിൻ്റെ ഒരു രസം നോക്കി. വേറെ തന്നെ മൂടല്ല വണ്ടി. നമ്പറും കൊള്ളാട്ടോ, 7700. ഏതാ രസമല്ലേ. അടുത്ത വണ്ടി നോക്കി മേബാക്ക്. മേബാക്ക് ഒമ്പത് കാലത്ത് ഇങ്ങനെ ഉണ്ടല്ലേ. ഇതെനിക്കറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ ഞാനൊക്കെ കുറച്ച് അടുത്തായിട്ടാണ് കേട്ടോ മെഴ്സിഡീസിൻ്റെ മേബാക്ക് അല്ലെങ്കിൽ മേബാക്ക് എന്ന് പറയുന്ന എഡീഷനിലുള്ള ബെൻസിൻ്റെ GLS ആയിക്കോട്ടെ, S-Class ആയിക്കോട്ടെ, നമ്മൾ മേബാക്കായിട്ട് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ അടുത്താണ് ഞാനൊക്കെ അറിഞ്ഞിട്ടുള്ളൂ മേബാക്കിന് അമ്പത് കാലത്ത് കിടക്കണ നോക്കിയ സാധനം എന്നുള്ളത്. മേബാക്ക് SW38 1937 മോഡലാണ് കേട്ടോ ഈ വണ്ടി. ഏതാ മൂടില്ലേ മേബാക്ക്. ലോഗോയും അന്ത കാലത്ത് ലോഗോ തന്നെയാണ് കേട്ടോ, സെയിം ലോഗോയാട്ടോ. അതിൻ്റെ അപ്പുറത്ത് ഇറങ്ങുന്ന സാധനം നോക്കി 1926 ഒരു മോഡലാണ് കേട്ടോ. അത് എന്താ ലങ്കിയൽമഡ അങ്ങനെ എന്തോണോ എനിക്ക് പ്രൊണൗൺസ് ചെയ്യാൻ കറക്റ്റ് അറിയില്ല. ഓക്കെ, ടോപ്പിയാഡോ എന്നാണ് ഒരു മോഡൽ നെയിം. അതിൻ്റെ ഗ്ലാസ്സൊക്കെ നോക്കി നിങ്ങൾ എങ്ങനെയാണല്ലോ ആ ചെറുതി കൂടെ അങ്ങനെ കാണണേ.
അറിയാൻ പാടില്ല. അതിൻ്റെ ഹെഡ് ലൈറ്റ് ഒരു വലിപ്പം നോക്കി, ഷെല്ലിൻ്റെ പൊള്ളിയ ഗ്ലാസ്സിനേക്കാൾ വലിപ്പമുണ്ട് ഹെഡ് ലൈറ്റിന്. മൊത്തം 4 ലൈറ്റ് ഉണ്ട് കൈസ്, 5 ലൈറ്റ് ഉണ്ട്, 6 7 ലൈറ്റ് ഉണ്ട് കൈസ്, മൊത്തം 7 ലൈറ്റ് ഉണ്ട് അതിന് ആ കാലത്ത്. ശരി, എത്രയും ചെറിയ വിസിബിലിറ്റി ഉള്ളു, അപ്പോൾ 7 ലൈറ്റൊക്കെ വേണം. അതിൻ്റെ അപ്പുറത്തൊരു സാധനങ്ങൾ നോക്കി നിങ്ങൾ, തരാ കോണ്ടസാ ക്ലാസിക്. ഏതാ സാധനം? MH01 N400. കോണ്ടസേ നമ്മൾ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കിടക്കണ സാധനം നോക്കി നിങ്ങൾ, ഇതിങ്ങോട്ട് തീരില്ല കേട്ടാ. ഏതാ സാധനം നോക്കി? റോൾസ് റോയ്സ് ആണ് കേട്ടോ. ആ കാലത്ത് തന്നെ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ സ്പേസ് നോക്കി നിങ്ങൾ. ഇത് ഡ്രൈവർ ക്യാബിൻ, അവിടുന്ന് ഇങ്ങോട്ട് ഇത്രയും സ്പേസ് ഇങ്ങനെ കിടക്കേണ്ട ബാക്കിലേക്ക്. ഇവിടെയൊക്കെ ഭയങ്കര സ്പേഷ്യസ് ആട്ടോ അതിൻ്റെ ഉള്ളിൽ. ഭയങ്കര അന്നത്തെ കാലത്ത് തന്നെ ഭയങ്കര ലക്ഷ്യൂറിയസ് ആയിട്ടാണ് ഉണ്ടാവും. വേറെ തന്നെ ഇവിടുന്ന് ഇപ്പം എനിക്ക് ഉള്ളിലേക്ക് നോക്കാനൊന്നും പറ്റില്ല, പക്ഷെ എനിക്ക് ഇവിടുന്ന് കാണാം ഗൈസ്. ക്യാമറയിൽ അത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയാം. എനിക്ക് ഇവിടുന്ന് കാണാം അതിൻ്റെ ഉള്ളിൽ. വേറെ തന്നെ ഒരു ഫീലാണ് കേട്ടോ ഈ കാലത്തും. ഇതൊക്കെ കവർ ചെയ്തൊക്കെ നോക്കി ഏതാ മൂഡില്ലേ. ആ കാലത്തും ഡോറും അവരുടെ യുണീക്കായിട്ടുള്ള സംഭവം തന്നെ. അവിടുന്ന് സെൻറ്റർ ബാക്ക് ഡോർ ഇവിടുന്ന് അങ്ങോട്ടും, ഫ്രണ്ട് ഡോർ അവിടുന്ന് ഇങ്ങോട്ടും ഡോർ തുറക്കണ പോലെ. എന്ത് ലെങ്ത്താണല്ലോ ഈ സാധനത്തിന്. അതുപോലെ ഈ വണ്ടിയുടെ പേരെന്ന് പറയപ്പെടുന്നത് ബങ്കിങ് കാം, അങ്ങനെ എന്തോണ് ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അറിയില്ല. വേറെ തന്നെ മൂടില്ലേ. നമ്പർ നോക്കിയേ, ഗുജറാത്ത് GJ15A9898. ഈ റോൾസ് റോയ്സിൻ്റെ നമ്മുടെ ഇപ്പോൾ ഒരു കുറച്ച് കാലം മുന്നേ വരെയുള്ള ഫാൻഡം അതേപോലെ തന്നെയൊക്കെ ആ വണ്ടികൾക്കൊക്കെ ഉള്ള ഒരു ഗോസ്റ്റിനൊക്കെ ഉള്ള പോലത്തെ ഒരു ഫ്രണ്ടാണ് കേട്ടോ ഈ വണ്ടീന് ഫ്രണ്ട് വന്നേക്കണേ. അടുത്തിറങ്ങുന്ന സാധനം നോക്കിയേ, പെക്കാർഡ് 840. അതാണ് ഈ വണ്ടിയുടെ പേര് കേട്ടോ, പെക്കാർഡ് 840. ഏത് സാധനം നോക്കിയേ, 1930 ഒരു മോഡലാണ് കേട്ടത്. ഏതാ മൂടില്ലേ, ഗ്രാൻഡ് ടൂറർ. എന്ത് ലെങ്ത്താണ് കഴിച്ചത്. പക്ഷെ എൻ്റെ പൊന്നെ നോക്കി നിങ്ങൾ, അതിൻ്റെ ഒരു വിസിബിലിറ്റി ഏരിയ ചോദ്യ സ്പേഷ്യസ് ആട്ടോ. 2 സ്റ്റെപ്പിനൊക്കെ വെച്ച് കല്ലം വണ്ടി കഴിച്ച്. ഏതാ മൂടില്ലേ. അടുത്ത സാധനം നോക്കി നിങ്ങൾ, ഒരു അമ്പി ലുക്ക് ഉണ്ടെങ്കിൽ ഇത് അമ്പിയല്ല, ബൂയിക് സൂപ്പർ എന്ന് പറയുന്ന ഒരു മോഡലാണ് കഴിച്ചത്. 1946 USA ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് കഴിച്ചത്. ഓക്കെ, ഏതാ രസം നോക്കിയേ. ഇതും അവരുടെ തന്നെ സെയിം, ഈ കമ്പനിയുടെ തന്നെ സെയിം കമ്പനിയാണ്, സെയിം കമ്പനിയുടെ വണ്ടി കഴിഞ്ഞാണ് ഇതും. എന്താ പറയുക, ബൂയിക് സൂപ്പർ 1939. ഇത് 1946, ഇത് 1939 മോഡലാണ് കേട്ടോ. ഇതും കൺവേർട്ടബിൾ സെഡാനാണ് കേട്ടോ. കേട്ടോ, കൺവേർട്ട് ചെയ്യാനൊക്കെ പറ്റും. ഇത് പക്ഷേ കൺവേർട്ടബിൾ അല്ല, ഇത് ഹാർഡ് ടോപ്പാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം ഗൈസ്. അടുത്ത സെക്ഷനിലേക്ക് എത്തിയേക്കാണ്. ഈ ബാക്കിൽ കിടക്കുന്നത് പാക്യാർഡ് എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ് കേട്ടോ, പാക്യാർഡ് 110. നമുക്ക് കാണാം അതിൻ്റെ വിശേഷങ്ങൾ. ഈ സാധനം പാക്യാർഡ് 110 കേട്ടോ, 1940 മോഡലാണ് ഈ വണ്ടി. ഏതാ രസമല്ല അതിൻ്റെ ഒരു ഷേപ്പൊക്കെ നോക്കി നിങ്ങൾ. ഏതാ മൂടില്ലേ. അതേപോലെ ഇതും പാക്യാർഡിൻ്റെ തന്നെ 120 എന്ന് പറയപ്പെടുന്ന മോഡലാട്ടോ. ഇത് 110, ഇത് 120. ഓക്കെ, ഇത് 1940 മോഡലാണ് കേട്ടോ. ഏതാ മൂടില്ലേ. ഇതിൻ്റെ ഫ്രണ്ടൊക്കെ നോക്കി 4 ഹെഡ് ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സും ആ ഒരു ബൾജിനെസ് ഒക്കെ നോക്കി വീലാർച്ചിൻ്റെ. ഏതാ മൂടില്ല വണ്ടി നോക്കി നിങ്ങൾ. വീല് ചെറുതാ, പക്ഷേ വീലാർച്ച് നോക്കി ബാക്കിലും അതുപോലെ തന്നെ കേട്ടോ, വലിയ വീലാർച്ചും. ഇതും സെയിം മോഡൽ തന്നെ, പാക്യാർഡ് 120 എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കണ്ട ഈ സെയിം മോഡൽ തന്നെയാണ് കേട്ടോ ഈ വണ്ടി, പാക്യാർഡ് 120. ഇത് 1937 മോഡലാണ് കേട്ടോ. ഓക്കെ, ഇത് കൺവേർട്ടബിൾ ആണ്. ഓക്കെ, ഇതും ഇനിയിപ്പോൾ അടുത്ത് കാണാമെന്നും പാക്യാർഡിൻ്റെ തന്നെ 110 എന്ന് പറയുന്ന ഒരു സീരീസ് ആണ് കഴിച്ച്. ഇതിൻ്റെ ഫ്രണ്ടൊക്കെ നോക്കിയേ. ഏതാ മൂടില്ല. നമ്മുടെ ശക്തിമാൻ ട്രക്കിൻ്റെ ഒരു വൈബ് ഉണ്ടല്ലേ. കളറും കൊള്ളാട്ടോ ഇതിൻ്റെ. എങ്ങനെയുണ്ട് ഈ വണ്ടി? കൊള്ളാമല്ലേ. ഇത് 1940 മോഡലാട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് ബാക്കിലേക്കൊക്കെ കേട്ടോ, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഏതാ മൂടില്ല. നല്ല ലെങ്തിയാണ് കേട്ടോ വണ്ടി. രാജികയെന്ന് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി ഏതാ നോക്കുകയാണെങ്കിൽ കാഡിലാക്കിൻ്റെ വണ്ടിയാണ്. കാഡിലാക്കിൻ്റെ എന്താ 60 സ്പെഷ്യൽ സലൂൺ എന്ന് പറയുന്ന ഒരു മോഡലാണ് കേട്ടോ അത്, ഫ്ലീറ്റ് വുഡ്. ഏതാ ലെങ്ത്ത് നോക്കി, ഇതിൻ്റെ ബാക്കൊക്കെ നോക്കി നിങ്ങൾ. ജാതി ലെങ്ത് ആട്ടോ വണ്ടിക്ക്. ജാതി ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ജാതി ലെങ്ത്ത്, ഒരു ബസ്സിൻ്റെ പകുതി നീളുണ്ട് ഈ വണ്ടി കൈസ്. ഇതിൻ്റെ ബാക്കൊക്കെ നോക്കി. ഏതാ മൂടുന്ന്. ഏതാ രസമല്ലേ. ജാതി 60 സ്പീഡ്. ഏതാ രസം. ജാതി ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവില്ല, അത്രയും ലെങ്ത്തി ആട്ടോ ഈ വണ്ടി. ജാതി ലെങ്ത്തി. ഏതാ രസം. ഇവ ഫ്രണ്ടൊക്കെ നോക്കിയേ. സൂപ്പറായിട്ടുണ്ടല്ലേ ഈ വണ്ടി. MRG 8844 ആണ് നമ്പർ ഇട്ട ഈ വണ്ടിയുടെ. ഇനി അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്നത് കാഡിലാക്കിൻ്റെ തന്നെ
കൺവേർട്ടബിൾ എന്ന് പറയുന്ന ഒരു മോഡലാണ് ഗൈസ്. ഓക്കെ, ഇതും 1947 മോഡലാണ്. ഇതിൻ്റെ അപ്പുറത്ത് വരെ കിടന്നും കാഡിലാക്കിൻ്റെ തന്നെ 1939 ഒരു മോഡലാണ് കേട്ടോ. അതും ഫ്രം USA ഫ്ലീറ്റ് വുഡ് എന്ന് പറയുന്ന ഒരു മോഡലാണ് കേട്ടോ. അത് എൻ്റെ ഫ്രണ്ടൊക്കെ നോക്കി ഏതൊരു രസമല്ലേ, എന്തോരം ഡിസൈൻ കൺഫ്യൂസ്ഡ് ഡിസൈൻസ് ആട്ടോ ഒരുപാട്. നോക്കി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സംഭവങ്ങൾ അങ്ങനെ പോയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. ഓക്കെ, ഒരുപാടുണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, വണ്ടിപ്രാന്തന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പണി കിട്ടും, നമ്മൾ തപ്പിപ്പോവും. അവർക്ക് ഇതൊക്കെ തുടച്ച് പിരിക്കുന്നതില്ല പോരെ, സാറ്റിസ്ഫിക്കേഷൻ ലെവൽ ഹൈ. അടുത്ത സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. വേറെ 3 സാധനങ്ങൾ എടുക്കണ്ട ഇവിടെ. നോക്കിയേ സാധനം നോക്കി, കോഡ് 810 അതാണ് ഈ കോഡ് 810, അതായത് 810. ദാറ്റ്സ് ഈ വെഹിക്കിൾ നെയിം. ഓക്കെ, ഫ്രം USA 1936 മോഡലാണ് ഗൈസ്. ഒരു ഷേപ്പ് നോക്കിയേ, ഏതാ മൂടല്ലേ ഈ സാധനം നോക്കിയേ. ഇതിലൊക്കെ ഒരു ഇടിച്ച ആളിനെ പറന്നു പോലും ആകാശത്തേക്ക്. നല്ല ലെങ്തേക്ക് ഉണ്ട് ഫ്രണ്ടി, പക്ഷെ ഒരു ഇടിച്ചാണല്ലോ. പെട്ടിക്കുള്ളിരിക്കണമല്ലേ, ചുറ്റും വേറെ സാധനം അടുക്കിലേക്ക് കയറിയിരിക്കാം, തെറിച്ച് പറന്നു പോലോ. ഈ വണ്ടിയുടെ പേരാണ് എന്താണ്, അബ്ബേൺ 851 എന്നാണ് ഈ വണ്ടിയുടെ പേര്. ഓക്കെ, ഫ്രം US തന്നെയാണ്. 1935 മോഡലാണ് കഴിച്ചത്. ഈ കിടക്കുന്ന സാധനം നോക്കിയേ, ഹോട്ട് ചിക്കിസ് എന്നാണ് ഈ വണ്ടിയുടെ ഒരു പേര് കേട്ടോ. ഹോട്ട് ചിക്കിസ്. ഇതിൽ ഭയങ്കര വിടുത്താണ് കേട്ടോ. നോക്കി നിങ്ങൾ, ഫ്രണ്ട് ഭയങ്കര വലിപ്പമുണ്ട് കേട്ടോ, പക്ഷെ വണ്ടിക്ക് വലിപ്പമില്ല മൊത്തത്തിൽ. 1935 മോഡലാണിത്. ടൈപ്പ് 666 എന്ന് പറയുന്നൊരു മോഡലാണ് കേട്ടോ. അത് ഫ്രം ഫ്രാൻസ്. ഓക്കെ, കുഞ്ചു നോക്കിയേ നടന്ന് ക്ഷീണിച്ചു. ഇത് സാധനം നോക്കിയേ, ബൂയിക്ക് എന്ന് പറയുന്ന ഒരു 1935 മോഡലാണ് കേട്ടോ. അത് ഏതാ മൂഡില്ലേ, ബൂയിക്ക്. ഇതിൻ്റെ അപ്പുറത്ത് കിടക്കണതും ആ സെയിം കമ്പനി കേട്ടോ, ബൂയിക്ക്. ഇതിൻ്റെ ഫ്രണ്ടൊക്കെ നോക്കിയേ, ഒരു സ്മൈൽ ചെയ്തിരിക്കുന്ന ഒരു കാർ പോലെ ഉണ്ടല്ലേ. ഇത് 1939 തന്നെയാണ്. ഇത് കൺവേർട്ടബിൾ ആണ് ഈ വണ്ടി. നോക്കി നിങ്ങൾ ഫ്രണ്ട് സ്മൈൽ ചെയ്തിരിക്കുന്ന ഒരു കാർ പോലെ ഉണ്ടല്ലേ. ഇതും ബൂയിക്ക് 8 എന്ന് അറിയപ്പെടുന്ന ഒരു മോഡലാണ് കേട്ടോ. ബൂയിക്ക് 8 1935 തന്നെയാണ് ഈ വണ്ടിയുടെ ഒരു മോഡലും. ലിമൂസിൻ എന്നാണ് കേട്ടോ ഈ വണ്ടിയുടെ ഒരു എന്താ കമ്പനി വിളിക്കണേ. അത്രയും ലെങ്ത് ഉണ്ട് വണ്ടിക്ക്, ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത മോഡലിലേക്ക് പോകുമ്പോഴും ഇവരുടെ തന്നെ ബൂയിക്ക് സൂപ്പർ എന്നറിയപ്പെടുന്ന ഒരു മോഡലാണ് കേട്ടോ. നോക്കിയേ എന്തൊരു സാധനം അത്, ബോണൻ്റെ ഒരു സൈസ് നോക്കിയേ, വേറെ തന്നെ ഫീൽ ആട്ടോ വണ്ടി. അടുത്ത് കാണാൻ പോണത് നിങ്ങൾ വേറെ സാധനമായിരിക്കും ഗൈസ്. എൻ്റെ മോനെ, BMW 728 സീരീസ് 1978 മോഡലാണ് കേട്ടോ. ഇമ്പോർട്ടഡ് ഫ്രം ജർമ്മനി. നമ്പർ നോക്കി നിങ്ങൾ M530. ഇതൊരു OG സാധനം തന്നെയാണ് കേട്ടോ, OG സ്പെക്ക്, ഒന്നും പറയാനില്ല. ഇതിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഇത് നിങ്ങൾ ഏതാ മൂടല്ലേ, ഷാർപ്പ് ഹെഡ്, ഒരു ഷാർക്കിൻ്റെ ഒക്കെ ഒരു അറ്റാക്ക് ചെയ്യാൻ നിൽക്കണ ഒരു അതിനെ ഓർമ്മിപ്പിക്കണ രീതി കേട്ടോ ഡിസൈൻ. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യണേ. അടുത്ത സാധനം നോക്കിയേ, ഡാഡ്സൻ്റെ സാധനങ്ങൾ നോക്കിയേ, ഏതാ മൂടല്ലേ, അന്തകാലത്ത് ഡാഡ്സൺ. ഇതിൻ്റെ അപ്പുറത്ത് കിടക്കണതും ഡാഡ്സൻ്റെ തന്നെ ഹുഡ്സൺ എന്നറിയപ്പെടുന്ന ഒരു മോഡലാണ്. 1937 മോഡലാണ് കേട്ടോ. ഓക്കെ, ഇതും നമ്മൾ നേരത്തെ കണ്ടില്ലേ, ബൂയിക്കിൻ്റെ ഒരു 1931 മോഡൽ വണ്ടിയാണ് കേട്ടോ ഇത്, ബൂയിക്ക്. അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്നത് ആരാ നോക്കി, മെഴ്സിക്കുട്ടി മെഴ്സിഡീസ് ബെൻസ് 300 ഓട്ടോമാറ്റിക്. ആ കാലത്ത് ഓട്ടോമാറ്റിക് 1955 ഇമ്പോർട്ടഡ് ഫ്രം ജർമ്മൻ, OG സ്പെക്ക്. ഇത് സാധനം നോക്കി ഏതാ മൂടെന്ന്, ലൈസലി എന്ന് പറയുന്നൊരു മോഡലാണ് കേട്ടത്. എനിക്ക് പ്രൊണൗൺസിയേഷൻ കറക്റ്റാണോ എന്ന് അറിയില്ല. 1937 മോഡലാണ് കേട്ടോ ആ വണ്ടി. അടുത്ത സാധനം നോക്കി, സ്റ്റഡ് ബ്രേക്കർ നമ്മുടെ CID മൂസ കാർ പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിലേ, സ്റ്റഡ് ബ്രേക്കർ ചാമ്പ്യൻ എന്നാണ് ഈ വണ്ടിയുടെ പേര്. ഇത് 1954 വണ്ടിയാണ് കേട്ടോ. നമ്മുടെ ഒരു CID മൂസ ലുക്കില്ലേ ആ വണ്ടിക്ക്. അടുത്ത സാധനം നോക്കി, സ്റ്റഡ് ബ്രേക്കറിൻ്റെ തന്നെ 1915 മോഡലാട്ടത്. ഇതൊക്കെ US ഇമ്പോർട്ടഡ് വണ്ടിയാണ് കേട്ടോ. അടുത്തത് തന്നെ നോക്കിയ സ്റ്റഡ് ബ്രേക്കറിൻ്റെ തന്നെ റോഡ്സ്റ്റർ എന്നറിയപ്പെടുന്ന ഒരു സാധനം. ഇതിൻ്റെ ഒരു ലുക്ക് നോക്കിയാൽ നിങ്ങൾ പഴയ മോഡിട്ടോ. ആ ഒരു സെക്ഷൻ കഴിഞ്ഞു കേട്ടോ. നമ്മൾ അടുത്തൊരു സെക്ഷനിലോട്ട് പോവാണ്. ഓക്കെ,
ലെനിക്ക ലംഡ എന്ന് പറഞ്ഞൊരു മോഡൽ 1924 ആണ് കേട്ടോ. ഇറ്റലിയിൽ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണത്. വേറെ മൂടായിട്ടുള്ളേ. ഈ സാധനം നോക്കിയേ, മിൻവേറ 1914 1914 ഒരു വണ്ടിയാണ് കേട്ടോ അത്. ഏതാ മൂട് നോക്കിയേ, രാജകീയം എന്നല്ലാതെ എന്ത് പറയാനാണ് ഇതിനൊക്കെ. അടുത്തയിലോട്ട് പോവാം. ഇതേതാ മൂട് നോക്കി, ലെഗോണ്ട 2 ലിറ്റർ എന്നറിയപ്പെടുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. ഇതിൻ്റെ സൈഡ് വൈബ് ഞാൻ കാണിച്ചു തരാം. ലെഗോണ്ട ഏത് രസമല്ലേ. നമുക്ക് അടുത്ത കാറിലോട്ട് പോകാം. ഇത് കിടക്കണമെങ്കിൽ എന്ത് സാധനം, എൻ്റെ മോനെ ഏത് രസമല്ലേ. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് പോയോ കേട്ടോ നമുക്ക്. ഈ വണ്ടിയുടെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മിൻവേറയുടെ തന്നെ 1906 മോഡൽ വണ്ടി കേട്ടോ. ഇത് ബെൽജിയത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ, അടുത്ത സാധനം മോറിസ് അല്ല, മോറസ് MORS 1906 ഫ്രാൻസിൽ നിന്ന് വന്നിട്ടുള്ളൊരു വണ്ടിയാണ് കേട്ടോ അത്. ഇത് വേറെ മൂഡ് കേട്ടോ. അതിൻ്റെ സീറ്റൊക്കെ നോക്കി നമ്മൾ മറ്റേ ഗോക്കാട്ടൊക്കെ ഓടിക്കണ പോലത്തെ സ്കീമാട്ടോ വണ്ടി. അടുത്ത സാധനം വേറെ തന്നെ ഒരു വണ്ടി കേട്ടോ. നോക്കി നോക്കാം. നോക്കി നിങ്ങൾ ഏതാ സാധനം, ഫോർഡ് ടി എന്ന് പറഞ്ഞ മോഡൽ കേട്ടോ. 1910 വണ്ടിയാണ് കഴിച്ചത്. ഇതിൻ്റെ ഫ്രണ്ടിൽ എവിടെ ഇരിക്കണ നോക്കി, നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇതിൽ നിന്നാട്ടോ വ്യൂ കിട്ടുക, നമ്മുടെ ഫ്രണ്ട് വ്യൂ. ഇത്രയും ഗ്ലാസ് പാക്ക് വെറുതെ ഏതാ മൂടല്ലേ. ആ കാലത്തോട്ട് ഡ്രൈവേഴ്സ് ഒന്നും ഒപ്പിയാണ്ടിരിക്കാൻ വേണ്ടിട്ടാണോ. ഇത് വേറെ മൂടാണ് കേട്ടോ വണ്ടി. ഇത് 1910 മോഡലാട്ടോ. ഇതിൻ്റെ അപ്പുറത്തോടെ ഉണ്ട്. ഇതും വേറെ തന്നെ മൂടാ. ഡയമലർ 1911 1911 വണ്ടിയാണ് കേട്ടത്. ഇത് ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളൊരു വണ്ടിയാണ്. ഇത് വേറെ തന്നെ സീനാണ് കൈസ്. ഇവിടെ കണ്ടില്ലേ നിങ്ങൾ ഈ വണ്ടി. നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം കൈസ്. അവിടെ ഇനി ഒരുപാട് കിടക്കാനാണ് കേട്ടോ. നമുക്ക് കണ്ട് എല്ലാം കൂടെ പോവാം. വേറൊരു ലോകത്തെത്തിയിരിക്കുകയാണ് കൈസ്. പാക്യാർഡ് സാധനം നോക്കി 1938 മോഡലാട്ടത്. ഇത് ഗുജറാത്ത് രജിസ്ട്രേഷൻ, ഗുജറാത്ത് വിൻറ്റേജ് നമ്പർ കിടക്കണേ, GAO. ഓക്കെ, ഇത് ഇപ്പുറത്തൊക്കെ നോക്കിയേ, ഏതാ മൂഡ് കാണുന്ന നോക്കിയേ. ഇത് മറ്റേ ക്രൈസ്ലർ എന്ന് പറഞ്ഞൊരു മോഡലാണ് കേട്ടോ. അതിൻ്റെ പേരിന് ഇതുമുണ്ട് കണ്ടോ. ലൈറ്റ് കുറച്ച് കുറവായതുകൊണ്ട് ക്ലാരിറ്റി കുറവുണ്ടാവും. ക്രൈസ്ലർ എന്ന് പറഞ്ഞൊരു മോഡലാട്ടത്. രസമുണ്ടല്ലേ ആ വണ്ടി. നമുക്ക് അടുത്ത വണ്ടിയിലോട്ട് പോകാം. വണ്ടിയുടെ കാണാൻ അത്ര പോരെങ്കിലും ഒരു റോൾസ് റോയ്സിന്റെ ലോഗോ ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലത്തെ തോന്നിപ്പിക്കുന്ന ഒരു ലോഗോ ഉണ്ടോ. ശരിക്കും OG റോൾസ് റോയ്സിന്റെ ലോഗോ പോലെ തന്നെ ഒരു ലോഗോ. ഈ വണ്ടിയുടെ പേര് വാൻഡൻ പ്ലാസ് പ്രിൻസസ് എന്നാണ് കേട്ടോ. 4 ലിറ്റർ വണ്ടിയാണ്. 1959 ഇറങ്ങിയിട്ടുള്ളൊരു വണ്ടിയുണ്ട്. അത്ര വലിയ കാണുമ്പോൾ അത്ര വലിയ സ്പെക്കൊന്നും ഇല്ലെങ്കിലും പക്ഷേ ഭയങ്കര സെറ്റപ്പുള്ള ഒരു വണ്ടിയാണെന്നാണ് പറഞ്ഞത്. അടുത്ത വണ്ടി നോക്കിയാൽ ഡോഡ്ജ് കിങ്സ്വേ. ഏതാ മൂട് സാധനമല്ലേ. 1959 മോഡലാട്ടോ ഈ വണ്ടി. ഏതാ സാധനമല്ലേ, മൂടായിട്ടുണ്ട്. അടുത്ത സാധനം നോക്കിയേ, ഡോഡ്ജ് തന്നെ കേട്ടോ. ഏതാ മൂടില്ലേ, ഡോഡ്ജ് അടിപൊളിയായിട്ടുള്ളേ. 1947 മോഡൽ ഡോഡ്ജ് കേട്ടോ അത്. ഓക്കെ, ഇതും ഡോഡ്ജ് തന്നെയാണ് കേട്ടോ. ഇത് 1939 മോഡൽ ഡോഡ്ജ് കേട്ടോ, ഫ്രം USA. ഇത് ക്രൈസ്ലർ എന്ന് പറയുന്ന ഒരു മോഡൽ നമ്മൾ നേരത്തെ കണ്ടായി. 1933 മോഡൽ കേട്ടോ. ഈ കേട്ടോണ്ടെങ്കിൽ വേറെ സാധനം ഡിസോട്ടോ എന്നാട്ടോ ഈ വണ്ടിയുടെ പേര്. ഡിസോട്ടോ കസ്റ്റംസ് അല്ലോ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ബോഡിയൊക്കെ ഇത് കസ്റ്റം ചെയ്തെടുത്തില്ല. നമ്മൾ അരവിന്ദൊക്കെ ഇല്ലേ ട്രിവാൻഡ്രത്തിലാണ്ടുള്ളത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഫസ്റ്റ് കാർ എന്തോ അരവിന്ദ് അങ്ങനെ എന്തോ അല്ലേ. അത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഫസ്റ്റ് കാർ നമ്മുടെ കേരളത്തിലാണ്. അത് അരവിന്ദ് എന്നാണ് ആ വണ്ടിയുടെ പേര്. അതുപോലത്തേക്ക് നമ്മൾ കസ്റ്റം ചെയ്ത് എടുത്തിട്ടുള്ള വന്നിട്ടോ ഡിസോട്ടോ. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോവാം ഗൈസ്. ഇത് തന്നെ ക്രൈസ്ലറിൻ്റെ തന്നെ ഇംപേരൽ എയർ ഫ്ലോ എന്ന് പറഞ്ഞൊരു മോഡലാട്ടോ. ഇതിൻ്റെ ഒരു കളർ കോമ്പോ നോക്കിയാൽ നിങ്ങൾ മൂടായിട്ടല്ലേ. അതുപോലെ ഗ്രില്ല് നോക്കിയേ, ഏതാ ഗ്രില്ലേ, വേറെ തന്നെ സീൻ. അടുത്ത വണ്ടി നോക്കിയാൽ ബൈക്ക് 8 സൂപ്പർ എന്ന് പറഞ്ഞ വണ്ടിയാണ് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ കണ്ടായി, ബോയ്ക്കിൻ്റെ ഒരു വണ്ടി നമ്മൾ കണ്ടായി. ഇനി നമ്മൾ പോണത് വേറെ തന്നെ ഒരു വിൻറ്റേജ് സെക്ഷനിലോട്ടാട്ടോ. നോക്കിയേ, ഫോർഡ് ടിയുടെ ചേസൊന്നും ഷാസിന്നും നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഈ സാധനം കണ്ടോ, എൻജിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാ നോക്കി. ഇത് തിരിച്ചിട്ടാണ് എൻജിൻ സ്റ്റാർട്ട് ചെയ്യണ്ടേ. ഫാനൊക്കെ നോക്കി, എഞ്ചിൻ്റെ 4 സിലിണ്ടർ എഞ്ചിൻ ഉണ്ടോ, പഴയ എഞ്ചിൻ. എഞ്ചിൻ്റെ മറ്റേ സാധനമൊക്കെ നോക്കി, എഞ്ചിന് വന്നിട്ടുള്ള ഡയറക്റ്റ് കണക്ഷൻ വന്നിട്ടുള്ള നോക്കി, ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്ററൊക്കെ ഏതാ കളി, ഗിയറിൻ്റെ നോക്കി പഴയ ഷാസി കേട്ടോ. ഏതാ മൂടല്ലേ.
തൊട്ടടുത്തിട്ട് സാധനം നോക്കിയാൽ നോട്ടോൺ ബൈക്കാണ് കേട്ടോ, മോട്ടോർ സൈക്കിൾ. അന്തകാലത്തെ മോട്ടോർ സൈക്കിൾ നോട്ടൺ 1948 എന്ന് പറയുന്നൊരു മോഡലാട്ടത്. ഏതാ രസമല്ലേ കാണാൻ. ബാക്കിൽ സീറ്റ് നോക്കിയതിൻ്റെ വേറൊരു മൂടായിട്ടല്ലേ. അടുത്ത വണ്ടി എന്ന് പറയുന്നത് നമ്മളെ നോക്കിയേ, നമ്മുടെ ഹലോ സിനിമയിലുള്ള പോലത്തെ ഒരു സാധനം AJS എന്നാണ് ഈ കമ്പനിയുടെ പേര്. പക്ഷെ ഇതൊരു കഫേ റൈസർ മൂടാട്ടോ. അതിൻ്റെ ഹാൻഡിലൊക്കെ നോക്കി നിങ്ങൾ കെടുന്നിട്ട് ഓടിക്കണം. ഇപ്പം ഉള്ള 390 ഓടിക്കുമ്പോൾ ചേട്ടന്മാർ എന്താ പറയുക, അത് കെടുക്കാന്നല്ലേ. ഇത് അതുക്കും മേലെ ഡയറക്റ്റ് ഒരു തലവണ വെച്ച് ഉറങ്ങാൻ പറ്റും. അതാ മൂടാട്ട വണ്ടി. ഏത് രസമല്ലേ. ഇപ്പം ഇത് 1928 മോഡലാട്ടോ ഈ വണ്ടി. അതിൻ്റെ അപ്പുറത്തേക്ക് സാധനം നോക്കിയേ, എൻ്റെ പൊന്നെ ഏതാ മൂട്. ഹാൻഡിലൊക്കെ നോക്കിയേ, എൻ്റെ പോനെ സൈഡ് വൈബ് വേണം നമുക്ക്. മഡ് ഗാർഡിൻ്റെ ഒരു ഷേപ്പ് വന്നിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി നിങ്ങൾക്ക് ഓർമ്മ വരേണ്ടത് വെച്ചിങ്ങനെ തീർച്ചയായിട്ടും ഓർമ്മ വരേണ്ടതാണ്. ഇതേ മഡ് ഗാർഡും അല്ലെങ്കിൽ ഇതേ ഡിസൈൻ വൈബ്സ് ഇപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ട് ഞാൻ ഈ കമ്പനി ബൈക്സ് ഇറക്കണത്. യെസ്, ദിസ് ബൈക്ക് ഈസ് ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ബൈക്കാണ് ഗൈസ്. നമ്മൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും ഇന്ത്യൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ബൈക്ക്. ഇതേപോലെ തന്നെ ഇരിക്കും ഇപ്പോഴും. അവർ ഡിസൈൻ പല കാര്യങ്ങളും ഇതേപോലെ തന്നെ സ്റ്റിൽ അവർ കൊണ്ടുനടക്കുന്നുണ്ട് കേട്ടോ. അതുപോലത്തെ ഒരു വണ്ടിയാണിത്. 1947 വണ്ടിയാണ് കേട്ടോ ഈ കാണുന്നത്. ഏതാ മൂട് നോക്കിയത് നിങ്ങൾ അല്ലേ. ലിവറൊക്കെ നോക്കിയേ ടാങ്കിൻ്റെ അവിടെ. ഏതാ സീൻ. നമ്മുടെ ഒരു കോക്പിറ്റ് വ്യൂ എന്ന് പറയുന്ന സാധനം ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഏതാ മൂടില്ലേ. എന്തോരം മീറ്റർ നോക്കിയ വണ്ടിയത്. ആചാരഭാഗം സീറ്റാട്ട എന്തായാലും നല്ല രസമായിരിക്കും ഇരിക്കാൻ. ചെയിന് സംഭവം ഈ സൈഡിലാട്ടോ വരണേ ഉണ്ടാ. എക്സോസ്റ്റിൻ്റെ ഒരു വൈബ് നോക്കിയേ. എന്തപ്പോൾ ഇത് വെടിയുണ്ടേ കൊടുക്കണ ബാക്കിൽ നിന്ന് പോണ നോക്കിയ സാധനം. ഏത് രസമല്ലേ. ഇതിനപ്പുറത്തേക്ക് നമ്മൾ നേരെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ കിടക്കണ സാധനം നോക്കിയേ. ആസ്റ്റിൻ 7 അന്തകാലം വൈബ്സ്. ആസ്റ്റിൻ 7 1928 ഫ്രം ഇംഗ്ലണ്ട്. ഇനി അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൺബീം ടോൾ ബോട്ട് എന്ന് പറയുന്നൊരു മോഡലാട്ടത്. 1946 ഒരു മോഡലാണിത്. ഇതിൻ്റെ അപ്പുറത്ത് കിടക്കുന്നത് നമുക്ക് നല്ല പരിചയം ഉണ്ടായിരിക്കും. ഉണ്ടാവുമെന്ന് അറിയില്ല. പണ്ടത്തെ ആൾക്കാർക്ക് പരിചയം ഉണ്ടായിരിക്കും. Fiat 500C കിടക്കണമെങ്കിൽ ഏത് സാധനം നമ്മളെ മറ്റേ മിസ്റ്റർ ബീൻ കാറൊക്കെ പോലത്തെ ഒരു സിംഗിൾ ഡോർ കാറ് അല്ലേ. രസമായിട്ടുണ്ടല്ലേ കാണാൻ. രസമായിട്ടുണ്ടല്ലേ കാണാൻ. അത് Fiat 500C 1951 മോഡലാട്ടോ ഈ വണ്ടി. ഓക്കെ ഉണ്ടാക്കണ സാധനം നോക്കി എടുത്തത്. ഇതിൻ്റെ ഇടയിൽ ഒരു ബോർഡില്ലേരോ ഏതൊരു സൈഡ്. അതിൻ്റെ ഇടയിൽ ഒരു നാനോ നോക്കി. മോറിസ് കൗലി എന്ന് പറഞ്ഞൊരു മോഡലാട്ടത്. 1924 മോഡലാണ് ഈ വണ്ടി. കൂപ്പേ ടൈപ്പ്. ഏതൊരു രസമല്ലേ നോക്കിയേ. Fiatൻ്റെ 509 അടിപൊളിയുണ്ടല്ലേ. 1924 മോഡലാട്ടോ. Fiat 509 സ്പോർട്സ് എന്നാണ് ഈ വണ്ടി അറിയപ്പെടുന്നത് കേട്ടോ. ജസ്റ്റ് രണ്ടുപേർക്ക് യാത്ര ചെയ്യാം അങ്ങനത്തെ ഒരു സ്കീം. അടുത്ത വണ്ടി നോക്കി MG. ഹേയ് സീരിയസ്ലി MGക്ക് നമ്മളിപ്പോൾ അറിഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ. അല്ലെങ്കിൽ ഞാനൊക്കെ ഇപ്പോൾ അടുത്ത് അറിഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ. MG എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഇത്രയും വരുന്നു, ഭയങ്കര ബിഗ് സെയിൽ അവർ നേടുന്ന കാര്യം ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇന്നലെ കണ്ട് ഇപ്പം അടുത്ത് വന്നിട്ടുള്ളൊരു കമ്പനി അല്ലേ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അല്ല, കണ്ടോക്കി 1931 അവർക്ക് മോഡൽസ് ഉണ്ട് കേട്ടോ. ഏത് സാധനം MG മെഗ്ന എന്ന് പറയുന്നൊരു മോഡലാട്ടത്. ഏതാ കാറില്ലേ, സൂപ്പർ സാധനം. അതിൻ്റെ അപ്പുറത്തുള്ള സാധനം നോക്കിയേ. SCDs 1937 മോഡലാട്ടോ. സ്പോർട്സ് ടൂറർ. ഇതും കൂപ്പിയാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഒരു വിസിബിലിറ്റി നോക്കി ഭയങ്കര ചെറിയ വിസിബിലിറ്റിയാണ് ഗൈസ്. അപ്പോൾ നമ്മളിത് പുറത്തേക്ക് വീണ്ടും കിടക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും കഴിഞ്ഞു. ഐ തിങ്ക് ഇതായിരുന്നു ലാസ്റ്റ് വണ്ടി. നമ്മുടെ ഓസ്റ്റിൻ റൂബി എന്നറിയപ്പെടുന്ന 1935 ഒരു വണ്ടിയാണ് ഗൈസ് ഇത്. ഓക്കെ ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടുത്തെ അഹമ്മദാബാദിലെ ഓൾഡ് വിൻറ്റേജ് കാർ മ്യൂസിയത്തിൻ്റെ ഏകദേശം 112 വണ്ടികളും നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ കാണിച്ചത് പോലെ MG, നമ്മൾ ഇപ്പം അറിഞ്ഞിട്ടുള്ളൂ MG എന്ന് പറയുന്ന ബ്രാൻഡ് ഇപ്പം അടുത്ത് കണ്ടു തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ MGക്കൊക്കെ നോക്കി നിങ്ങൾ 1931 തന്നെ ഇവർക്ക് വണ്ടികളുണ്ട് കേട്ടോ, മോഡൽസ് ഉണ്ട്. അപ്പോൾ ഒരാളെ നമ്മൾ ഒന്നും കൊണ്ട് വരരുതരുത്. നമ്മൾ 112 വണ്ടികൾ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് കണ്ടിട്ടുണ്ട്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ആസ് എ മോട്ടോർ എന്തൂസിയാസ്റ്റ്. ഐ എം വെരി ഹാപ്പി. എന്താ പറയട്ടെന്ന് അറിയില്ല, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മുടെ കേരള ടു കാശ്മീർ യാത്ര ഇപ്പോൾ നിലവിൽ അഹമ്മദാബാദ് എത്തി നിൽക്കുകയാണ്. ഇനി നമ്മൾ നാളെ ഹെഡ് ചെയ്യാൻ പോകുന്നത് ഗുജറാത്തിലെ റാൺ ഓഫ് കച്ച്. അല്ലാന്നുണ്ട് വെച്ചെങ്കിൽ
റോഡ് ഓഫ് ഹെവൻ അവിടേക്കാണ് നമ്മൾ ഹെഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ വീഡിയോകൾ ഇനി വരും ദിവസങ്ങളിൽ കാണാൻ പറ്റും. അപ്പോൾ അതുവരേക്കും ബൈ.